കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴ കാക്ക കൊത്തി പോയിട്ടുമില്ല, പോവുകയില്ല. അങ്കിൾ, ഈശ്വരൻ അനുഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമാവും. കല്യാണ തീയതി നിശ്ചയിച്ചു, ക്ഷണിക്കേണ്ടവരെ ക്ഷണിച്ചും കഴിഞ്ഞു. ഇപ്പൊ ഇങ്ങനെ ഒരു ഡിമാൻഡ്? അയ്യോ, ഇതൊരു ഡിമാൻഡായിട്ട് കാണണ്ട, ഒരു റിക്വസ്റ്റ് ആയിട്ട് കരുതിയാൽ മതി. രാജാസ് ഗ്രൂപ്പിന്റെ സർവ്വ സ്വത്തുക്കളുടെ 50% എന്റെ മകന്റെ പേരിൽ എഴുതണം. ബാക്കി സ്വത്തുക്കൾ ക്രയവിക്രയം ചെയ്യുന്നതും ബാങ്ക് ഡീലിംഗ്സും എന്റെ മകന്റെ അണ്ടർ കൺട്രോളിംഗിലായിരിക്കണം. 2 കാര്യങ്ങൾ മാത്രം. ഇത് ന്യായമല്ലേ? തോന്നുന്നില്ല. നിങ്ങളിത് നേരത്തെ ആവശ്യപ്പെടണമായിരുന്നു. അപ്പോഴൊന്നും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. എന്ത് ഡീറ്റെയിൽസാ ഇപ്പൊ നിങ്ങൾ അറിഞ്ഞത്? പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്. നിങ്ങളുടെ കുടുംബം പാരമ്പര്യമായി ഭർത്താക്കന്മാരെ വെച്ച് പൊറുപ്പിക്കില്ല എന്നൊരു അപഖ്യാതിയുണ്ട്. മാഡത്തിന്റെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ള അറിവ് ആർക്കുമില്ല. മരിച്ചുപോയി ഒരു ആക്സിഡന്റിൽ. എവിടെ വെച്ച്? വിദേശത്ത് വെച്ച്. ഫ്യൂണറലും അവിടെ തന്നെയായിരുന്നു. വിശ്വസിക്കുന്നു, അല്ലാതെ മാർഗമില്ല. ഈ മാഡത്തിന്റെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട്, കണ്ടിട്ടില്ല. നിശ്ചയത്തിന് പോലും ഒരു ഫോട്ടോ പോലും ഈ വീട്ടിലില്ല. ഇനി മകളും ഈ പാത പിന്തുടർന്നാൽ എന്റെ മകന്റെ കാര്യം കഷ്ടത്തിലാവും. നിങ്ങൾ തറവാടികളാണെന്ന് ഞാൻ വിശ്വസിച്ചു. അത് സത്യമാണ് എന്ന് കരുതി സ്ത്രീധനം ആവശ്യപ്പെടാതിരിക്കാൻ പറ്റില്ലല്ലോ, പ്രത്യേകിച്ച് മാനഹാനി സംഭവിച്ചൊരു പെണ്ണിന് ജീവിതം കൊടുക്കുമ്പോ. എക്സ്ക്യൂസ് മീ സർ, ഡൗറി വാസ് ലീഗലി പ്രൊഹിബിറ്റഡ് ഓൺ May 20th, 1961. സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും ഡൗറി പ്രൊഹിബിറ്റേഷൻ ആക്ട് 20 പ്രകാരം ശിക്ഷാർഹമാണ്. നിയമം അറിയില്ലെങ്കിൽ നിയമം അറിയാവുന്ന നിങ്ങളുടെ തന്തയോട് ചോദിച്ചോക്കൂ, അല്ലേ സാർ? നീ ആരാടാ ഇതിലിടപെടാ? ഞാൻ ഇവരുടെ ലീഗൽ അഡ്വൈസർ അശോക് ചക്രവർത്തി, MA-LLB. LLB ഒരെല്ല് കൂടുതലാണല്ലോ. ആ എല്ല് സാർ എടുത്തോളൂ, എനിക്ക് പരാതിയില്ല. ഇവനെ ഡിസ്മിസ് ചെയ്തതല്ലേ? ആരെ ഡിസ്മിസ് ചെയ്തു? എപ്പോ ഡിസ്മിസ് ചെയ്തു? അത് വാക്കാൽ മാത്രം പറഞ്ഞാ പോരാ, കാരണം കാണിച്ച് നോട്ടീസ് അയക്കണം. അത് തന്നില്ല. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ആ പോസ്റ്റിൽ തുടരുകയാണ്, പുറത്തു നിന്ന്. കഴിഞ്ഞ 3 മാസമായിട്ട് എനിക്ക് ശമ്പളം തന്നിട്ടില്ല. പെൻഡിങ് ആണ്, പെൻഡിങ്. ആദ്യം ഞാൻ കേസ് പറഞ്ഞു വാങ്ങിച്ചോളാം. ബൈ ദ ബൈ. അച്ഛന്റെ കൂടെ മകനും കുറെ കാലം കോടതി കയറി ഇറങ്ങേണ്ടി വരും. നോ മാഡം, മാഡം ഇതിൽ ഇടപെടണ്ട. ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. ഒരു IPS കാരോടാ നീ കളിച്ചോണ്ടിരിക്കുന്നത്? IPS കാരനല്ല, മന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും കുറ്റം ചെയ്താൽ കോടതിയിൽ എന്നെ പോലെ ഒരു വക്കീലിന്റെ മുമ്പിൽ പഞ്ചപുച്ച മടക്കി നിൽക്കേണ്ടി വരും. ചാട്ടുളി പോലെ തന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നിന്ന് നിങ്ങൾ വേർക്കേണ്ടി വരും. സാർ, മകൻ അറിയില്ല കറുത്ത ഗൗണ്ട് വില എന്താ. എനിക്കെതിരെ എന്ത് തെളിവാണ് തന്റെ കയ്യിലുള്ളത്? കല്യാണ നിശ്ചയം, കയ്യിലുള്ള ഫോട്ടോസ്, കല്യാണക്കുറി, ഇത്രയും മതി താൻ കോടതി വരാൻ കയറി ഇറങ്ങാൻ. തൊപ്പി തെറിക്കണ വഴി താൻ പിന്നെ തിരിഞ്ഞു നോക്കിയ പോലും കാണില്ല മിസ്റ്റർ മധുറാം. ഓ മധുറാം, പിന്നെ ഒരു മധുരം ഉണ്ടാവില്ല മിസ്റ്റർ മധുറാം. വക്കീലിനെ വരുത്തി ഞങ്ങൾക്ക് നിയമോപദേശം തന്നതിന് നന്ദി. താങ്ക് യു. ഞങ്ങൾ ഇറങ്ങുന്നു. പ്ലീസ് കാണാം. കാണണ്ട മാഡം. തനിക്ക് എന്താ ഇവിടെ കാര്യം? തന്നോട് ഞാൻ പറഞ്ഞോ ഈ കാര്യത്തിൽ ഇടപെടാൻ? ഇല്ല, എന്നോട് ആരും പറഞ്ഞില്ല. പക്ഷേ മാഡം ആരുടെ മുമ്പിലും തോക്കുന്നത് എനിക്കിഷ്ടല്ല. ഒരു IPS കാരൻ പോയ 100 IPS കാരൻ വരും. അതിന് ഈ സ്വത്തുക്കളൊന്നും ആരുടെ മുമ്പിൽ അടിയറ വെക്കേണ്ട കാര്യമില്ല. രാജകോകിലയും രാജമല്ലികയും രാജലക്ഷ്മിയും ഒക്കെ ഇവിടെ റാണിമാരെ പോലെ വാഴ വെക്കണം. ഇവിടെ റാണിമാരെ പോലെ വാഴണം. അറിവില്ലായ്മ കൊണ്ട് എനിക്ക് തെറ്റുപറ്റി. എല്ലാത്തിനും മാപ്പ് പറയാൻ വന്നാണ് ഞാനിവിടെ. അപ്പോഴാണ് ഇപ്പൊ കുറ്റബോധം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ. ഞാൻ മൂലം ഒരു കല്യാണം കൂടി മുടങ്ങിയപ്പോ ഭയങ്കര കുറ്റബോധം. മാപ്പ് പറയാനുള്ള യോഗ്യത എനിക്കുണ്ടോന്നറിയില്ല. തെറ്റാണെങ്കിൽ വീണ്ടും മാപ്പ്. വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയുന്ന ഒരു ഭർത്താവിനെയാണ് മകൾക്ക് ആവശ്യമെങ്കിൽ എനിക്ക് 100 വട്ടം സമ്മതമാണ്. ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. വേണ്ടെങ്കിൽ വേണ്ട, എന്നാലും ഇറങ്ങിക്കോട്ടെ. വരട്ടെ മാഡം. ഗ്രാൻഡ്മാ, എന്നെ അനുഗ്രഹിക്കണം. അയ്യോ, വാവ് ഗ്രാൻഡ്മാ, യു ആർ ലുക്കിംഗ് സോ ക്യൂട്ട്. 25 വർഷം മുമ്പായിരുന്നെങ്കിൽ ഗ്രാൻഡ്മാ, ഞാൻ ഗ്രാൻഡ്മാ കുട്ടനെ കെട്ടിയനെ. വരട്ടെ കുട്ടാ. അവനെ ആ അശോക ചക്രവർത്തിയെ ഈശ്വരനായിട്ട് ഇവിടെ എത്തിച്ചതാ. പോതറിപ്പോയില്ലേ IPS കാരനും അവന്റെ തന്തയും. നീ എന്താ ആലോചിക്കുന്നേ? അവനെ കുറിച്ച്. എനിക്കെന്തോ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ഈ കല്യാണം നടത്തണമെന്നൊരാഗ്രഹം. അല്ലെങ്കിൽ ആ ബാലസുബ്രഹ്മണ്യത്തിന് മുന്നിൽ
തല ഉയർത്തി നിൽക്കാൻ നിനക്ക് പറ്റില്ല. മോളോട് ചോദിച്ചോ? ഞാനെല്ലാം കേട്ടു. എന്തു പറയുന്നു? അവൻ എന്നെയല്ല താലി കെട്ടാൻ പോകുന്നത്, ഞാൻ അവനെ. അശോക ചക്രവർത്തിയുടെ ഫാദർ രാജഗോപാലൻ തമ്പി? അതെ, മനസ്സിലായില്ല. കേട്ടിട്ടില്ലേ രാജാസ് ഗ്രൂപ്പിനെ കുറിച്ച്? ഓ, അതിന്റെ MD രാജമല്ലിക. ഇതെന്റെ മമ്മി രാജകോകില, ചെയർപേഴ്സൺ. ഏത് മുനിസിപ്പാലിറ്റിയിലെ? രാജാസ് ഗ്രൂപ്പിന്റെ ചെയർപേഴ്സൺ. ഓഹോ. ഇരിക്കൂ മിസ്റ്റർ തമ്പി. നിങ്ങളുടെ ഇളയ മകന് ഒരു മഹാഭാഗ്യം കൈവന്നിരിക്കുകയാണ്. അവനെന്താ ലോട്ടറി അടിച്ചോ? ആരാണ് ഇയാള്? എന്റെ മൂത്ത മോന ബാബുരാജ്. മിസ്റ്റർ തമ്പി, നിങ്ങളുടെ ഇളയ മകന്റെ മാരേജ് ഞങ്ങൾ നിശ്ചയിച്ചു. എന്റെ മകൾ രാജലക്ഷ്മിയാണ് വധു. എന്റെ മകന്റെ കല്യാണം നിങ്ങൾ? യെസ്. ഓ, എന്താ മോനെ പറഞ്ഞത്? മകന് ഉദ്യോഗം കിട്ടിയെന്ന്, ഭർത്താവ് ഉദ്യോഗം. അങ്ങനെ അവൻ ശമ്പളക്കാരനായി. ആട്ടെ, അവൻ എന്തുണ്ടാവും മാസം ശമ്പളം? അവൻ എന്തിനാ ശമ്പളം? ഒന്ന് പറഞ്ഞു കൊടുക്കുന്നു. യാത്ര ചെയ്യാൻ രാജാസ് കമ്പനി വക കാറുകൾ, പെട്രോൾ അടിക്കാൻ സ്വന്തം പമ്പുകൾ, പിന്നെ താമസിക്കാൻ രാജാസ് ഗ്രൂപ്പിന്റെ ഹോട്ടൽസ്, റിസോർട്ട്സ്, ഡ്രസ്സിന് സ്വന്തം ടെക്സ്റ്റൈൽ ഷോപ്പുകൾ, പിന്നെ തിയേറ്ററുകൾ, സൂപ്പർ മാർക്കറ്റ്, ഷോപ്പിംഗ് മാളുകൾ. അല്ല, അവൻ ഈ മാസാമാസം മുടി വെട്ടിക്കുന്ന ശീലമുണ്ട്. അതും ഇവര് തന്നെ. Cultureless fellows. We are also cultured, but we don't pretend so. 1 2 3 4 5. അല്ല, നിങ്ങൾ രണ്ടുപേർക്ക് വരാൻ എന്തിനാ 5 പെൻസ്? ഓ, വലിപ്പം കാണിക്കാനാണോ? ഈ നാട്ടുകാരുടെ അടുത്ത് ഇങ്ങനെ പൊങ്ങച്ചം കാണിച്ചാൽ നിങ്ങളെ പുച്ഛിക്കും കേട്ടോ. ഇതിൽ 3 എണ്ണം ഇവിടെ ഇട്ടിട്ട് പോകാൻ വന്നതാ, കല്യാണത്തിന് നിങ്ങൾക്ക് വരാൻ. ഈ കിടക്കുന്ന അംബാസഡറും ടാക്സിയൊന്നും ഞങ്ങളുടെ കാമ്പൗണ്ടിന്റെ അകത്തേ കയറ്റത്തില്ല. കേട്ടോ? കല്യാണത്തിന്റെ സർവ്വ ചെലവും ഞങ്ങൾ വഹിക്കും. മിൻമിനി മാം, 10 lakhs ചെക്ക് അഡ്വാൻസ് കൊടുത്തേക്കും. യെസ് മാം. വേണ്ട, ഞങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ തീരുമാനിച്ചു. വെഡിങ് കാർഡ്. കല്യാണം ഇതിൽ പറഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ നടക്കും. നിങ്ങളുടെ മകൻ സമ്മതിച്ചു കഴിഞ്ഞു. ഞങ്ങൾ ഇറങ്ങുന്നു. അപ്പൊ കല്യാണത്തിന് കാണാം. പറ്റേടോ. ഈ പൊങ്ങച്ചത്തള്ളേന്ന് ഞാൻ. തനിക്ക് സംഭവിച്ചത് എന്റെ മോനുണ്ടാവില്ല എന്നുള്ളതിന് എന്താ ഉറപ്പ്? ഹേയ്, അതൊരിക്കലും ഉണ്ടാവില്ല. എന്റെ നട്ടല് അങ്കിളിനേക്കാൾ ഡബിൾ സ്ട്രോങ് അല്ലേ? ഓഹോ, അപ്പൊ നീ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ? ഞാൻ അച്ഛന്റെ മോനല്ലേ. കെട്ടുകഴിഞ്ഞ പിന്നെ പെണ്ണി തറവാട്ടിലല്ലേ? എന്റെ മകൾ കൊല്ലാവണ്ണ ഒരുത്തന്റെ കൂടെ കൊല്ലാവണ്ണ ഒരു തറവാട്ടിൽ ജീവിക്കട്ടോ. എതിർ പറയരുത്.